ആ ആശുപത്രിക്ക് എതിരായിട്ട് ഈ കൊഴുപ്പ് നീക്കം ചെയ്യാൻ എന്ന പേരിൽ, ശരീരഭാരം കുറക്കാൻ എന്ന പേരിൽ ധാരാളം പരസ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അംഗീകൃതമായിട്ടുള്ള ആശുപത്രികളാണോ ക്ലിനിക്കുകളാണോ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനം നടത്തുന്നത് എന്ന് അറിയില്ല. ഈ ആശുപത്രിയുടെ ഇന്നിപ്പോൾ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശുപത്രികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചു കൂടി അന്വേഷണം വേണം. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ലാതെ, കൃത്യമായിട്ടുള്ള യോഗ്യതകളില്ലാതെ ഇത്തരത്തിൽ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ശരീരം മെലിഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നുള്ള രൂപത്തിൽ വാർത്തകൾ വരുമ്പോൾ അതിന് വിധേയമായിക്കൊണ്ട് ആളുകൾ, അത് പുരുഷനും സ്ത്രീയും ഒക്കെ ഇത്തരത്തിൽ പോകുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണത കേരളീയ സമൂഹത്തിലുണ്ട്. എന്താണ് ആരോഗ്യം എന്നതിനെക്കുറിച്ച് തീർത്തും വികലമായിട്ടുള്ളൊരു ധാരണ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ തരത്തിൽ തെറ്റായിട്ടുള്ള രൂപത്തിൽ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചു പുലർത്താത്ത, ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ സംഭവം നടന്നതിനെ തുടർന്ന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേലിൽ ഇനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആശുപത്രികളും ക്ലിനിക്കുകളും പ്രവർത്തിക്കാവൂ എന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്.